ഹലോ, നീ ഇതുവരെ എണീറ്റില്ലേ പെണ്ണെ? ആമാ, ഞാൻ എന്താ എണീറ്റുള്ളൂ. ഇന്ന് നിനക്ക് ഇന്റർവ്യൂ ഉള്ളതല്ലേ? ഞാൻ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതല്ലേ നേരത്തെ എണീക്കണമെന്ന്. ഞാൻ എണീക്കാനായിട്ട് അലാറം ഒക്കെ വെച്ചതാ, പക്ഷെ അത് ചതിച്ചു. നീ ഇങ്ങനെ അലാറം അടിക്കുന്നേ നോക്കിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ രാവിലെയൊക്കെ എണീറ്റ് പഠിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ വരും. അമ്മ രാവിലെ തന്നെ തുടങ്ങല്ലേ. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നീ വേഗം കുളിച്ച് റെഡിയായി പോവാൻ നോക്കിയേ. അമ്മ എന്താ പോവാ. ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. അയ്യോ, ഇതിന് ഞാൻ എന്നെ എങ്ങനെ എണീപ്പിക്കാനാ? അഞ്ചു ഇവിടെ എണീപ്പിച്ചിട്ട് പോവാന്ന് ഞാൻ ഇന്ന് ലേറ്റ് ആവല്ലോ. അഞ്ചു എണീക്കാൻ. എന്താ ലോകം അവസാനിച്ചോ? ലോകമല്ല, നമ്മുടെ ഈ വീട്ടിലെ വാസം അവസാനിക്കാൻ പോകുന്നത്. ഈ മാസത്തെ റെന്റ് കൊടുത്തിട്ടില്ല, അതുവല്ല അറിയോ? പോത്തോലെ അടന്ന് ഉറങ്ങുക. നീ ഒന്ന് പോവൂ രാവിലെ തന്നെ മൂടുകളാനായിട്ട്. അല്ല, പതിവില്ല, നീ എന്താ രാവിലേക്ക് എണീക്കുന്നേ? അല്ലെങ്കിൽ മൂട്ടിലെ സൂര്യ ഉദിച്ചപ്പോൾ നീ എണീക്കത്തില്ലല്ലോ. അടിപൊളി. നിനക്ക് ഞാൻ ആരാന്ന് ഓർമ്മയുണ്ടോ? ഈ വീട് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഇന്ന് എനിക്ക് ഇന്റർവ്യൂ ഉള്ള കാര്യം ഇന്നലെ നിന്നോട് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? അയ്യോ, മറന്നുപോയി. നീ ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ച പോലെ പറഞ്ഞാൽ മതി. പൊളിച്ചിട്ടാ താസ്തു. ഇത് സിയോടെ ഇന്റർവ്യൂ എന്നല്ലേ പറഞ്ഞേ? നിനക്ക് ഇന്റർവ്യൂ പാളിപ്പോയാലും അറ്റ്ലീസ്റ്റ് അയാൾ ഹോട്ടാണോന്നെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരണം. പിന്നെ ഇവിടെ മനുഷ്യന് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. എനിക്ക് അയാളുടെ പേര് പോലും അറിയത്തില്ല. ആകെ അവരെന്നോട് പറഞ്ഞത് ഫൈനൽ റൗണ്ട് വിത്ത് സിഇഒ. മിസ്റ്റീരിയസ്. ചിലപ്പോ ഒരു വാമ്പയർ ആയാലോ, അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ, ചിലപ്പോ അതിൽ പ്രശ്നക്കാരനാവാം. പെണ്ണെ, നീ നിർത്തിക്കോ. നിനക്ക് ഫാൻ ഫിക്ഷൻസ് വായിക്കുന്ന കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നീ നോക്കോ, ഒരു ദിവസം നിന്റെ ഫോണിൽ നിന്ന് ആ വാട്ട്പാഡ് ആപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അയ്യോ, നിന്നോട് സംസാരിച്ചത് സമയം പോയത് അറിഞ്ഞില്ല. അതെ, ഞാൻ പോവാട്ടോ. നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിച്ചണിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് പോയെടുത്ത് കഴിക്കും. അതൊക്കെ ഞാൻ കഴിച്ചാൽ പോയിട്ട് വാ. ഈശ്വര, ഇന്റർവ്യൂ മിന്നി ചെയ്യണേ. എന്റെ അമ്മേ, ഇവിടെയുള്ള ആരെ കണ്ടാലും റിച്ച് ആയിട്ടാണല്ലോ തോന്നുന്നത്. റിലാക്സ് മീര, യു നീഡ് ദിസ് ജോബ്. നീ ടാലന്റഡ് ആണ്, ക്വാളിഫൈഡ് ആണ്, കുറച്ച് ഡെസ്പറേറ്റ് ആണ്. ഓൾ ദി ബെസ്റ്റ്. ആർ യു മീര മേനോൻ? യെസ് ഐ ആം. Okay, just please wait here. Mr. Aditya Verma will be here soon. Mr. Aditya Verma? Yes, he's the CEO. Oh, okay. Miss Meera, now you can go. CEO is waiting for you. Oh, thank you. May I come in? Yes, come in. Well, welcome Miss Meera Menon. Good to see you again. It's a long time. Adi. Hey, what happened? Surprised? തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? Adi. Call me Sir. And I'm not Adi. I'm Aditya Verma, CEO of this company. You got it? You're the CEO? എങ്ങനെ? It's a long story. പക്ഷെ അതറിയാനുള്ള വർത്ത് നിനക്കില്ല. ഇത് നിന്റെ കമ്പനിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആൻഡ് നീയാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നേ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഇതൊരു ഇന്റർവ്യൂ അല്ല മീര. യു ഓൾറെഡി ഹാവ് ദിസ് ജോബ്. സോ നൗ യു ആർ എ പാർട്ട് ഓഫ് ദിസ് കമ്പനി. എന്ത്? ഐ ആം സോറി, എനിക്ക് ഈ ജോലിക്ക് താല്പര്യമില്ല. ഹോ മീര, ഇറ്റ്സ് ടു ലേറ്റ്. നിനക്ക് ഈ കമ്പനിയിൽ നിന്നൊരു തിരിച്ചു പോക്ക് അതിനില്ല. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ നിന്റെ സാഹചര്യത്തിൽ ഈ ജോലി നിനക്ക് വളരെ ആവശ്യമാണ്.
പിന്നെ ഈ ജോബിൽ നിന്ന് നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. നീ എൻ്റെ ഈ ക്യാബിനിലേക്ക് കയറി വരുന്നതിന് മുന്നേ ഒരു പേപ്പർ നീ സൈൻ ചെയ്ത് കൊടുത്തു, അത് ഓർമ്മയുണ്ടോ? ആ പേപ്പറിൽ എന്തായിരുന്നു? ഇറ്റ്സ് എ കോൺട്രാക്ട്, 1 year കോൺട്രാക്ട്. ഈ ഒരു വർഷത്തേക്ക് എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല വിത്തൗട്ട് മൈ പെർമിഷൻ. സോ വെൽക്കം ടു ദ ഹെൽപ്പ്. ഓ മീര, ഇപ്പം നിന്റെ മുഖത്തിൽ കാണുന്ന ഈ കൺഫ്യൂഷൻ, ഹെൽപ്ലെസ്നെസ്, യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ എൻജോയിങ് ഇറ്റ്. സോ ഇനി നിന്റെ ലൈഫ് അതെൻ്റെ കയ്യിലാണ്. ഞാൻ തീരുമാനിക്കും നീ ഇനി എന്ത് ചെയ്യണം. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? കാരണം ഞാൻ എപ്പോഴും എൻ്റെ ശത്രുക്കളെ അടുത്ത് നിർത്തും, പ്രത്യേകിച്ചും ചതിക്കുന്നവരെ. നാളെ നീ ഇവിടെ ജോയിൻ ചെയ്യും. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സീ യു ടുമോറോ. ബൈ. ഇതിപ്പോ വന്നപ്പോ മുതൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയാണല്ലോ. എന്താ ഉണ്ടായേ? അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് പറ. ഞാൻ പോയ കമ്പനിയിലെ CEO ആരാന്നറിയോ? ഇറ്റ്സ് ആദി. അല്ല, ആദിത്യ വർമ്മ. വെയിറ്റ്, വാട്ട്? ആദി? അവനെങ്ങനെ CEO ആയി? അറിയില്ല. നീ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ അതറിയാൻ ഞാൻ വർത്തല്ലാന്ന് അവൻ പറഞ്ഞു. അത് സാരില്ല, ചിലപ്പോ ദേഷ്യത്തില് പറഞ്ഞതാവും. ആവാം. ഒന്നും എനിക്കറിയാം, അത് പഴയ ആദിയല്ല, ഒരുപാട് മാറി. അവന്റെ മനസ്സ് പോലും ക്രൂവലായി. അവന്റെ ആ ചിരിയിലുണ്ട് എന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കാനുള്ള എക്സൈറ്റ്മെന്റ്. ഐ തിങ്ക് ഹി ഗോണ ടേക്ക് റിവെഞ്ച് ഓൺ മീ. റിവെഞ്ച്? വെയിറ്റ്, ഞാനിപ്പോ ഇതുപോലൊരു സ്റ്റോറി വാട്ട്പാഡിൽ വായിച്ചതേ ഉള്ളൂ. ഒരു CEOയും അവന്റെ എക്സും. അവൻ ആ എക്സിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് അവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതിനിടയിൽ അവർ സ്ഥിരം അടിയാകുന്നു. ദെൻ അവർ അഗെയിൻ ഫോൾ ഇൻ ലവ് ആവുന്നു. വാ, വാട്ട് എ ഡെഡ്ലി കോംബോ. എന്റെ പൊന്നീഷ, ഇതൊരു വാട്ട്പാഡ് സ്റ്റോറി ഒന്നുമല്ല, ഇതെന്റെ റിയൽ ലൈഫാ. ഇതൊരു പ്ലോട്ട് ലൈനും അല്ല. എന്നാൽ അങ്ങനെ ആകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഇനോ എന്റെ വാട്ട്പാഡ് ദൈവങ്ങൾ പ്രാർത്ഥന കേൾക്കും. അവളും അവളുടെ ഒരു വാട്ട്പാടും. ഈ മാർക്ക് എനിക്ക് വിശക്കുന്നു. എല്ലാം കഴിക്കാൻ എന്താ നോക്കട്ടെ. ദൈവമേ, ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കി തരണേ. ഹേയ്, പുതിയ റിക്രൂട്ട് ആണല്ലേ? ആ അതെ. ബൈ ദ വേ, കീർത്തി, HR മാനേജർ ആണ്. ഓ ഹായ്, മീര. നീയാണോ മീര, നമ്മുടെ CEO ഡയറക്റ്റ് ആയിട്ട് ഹയർ ചെയ്ത ഗേൾ? നിനക്ക് എന്തെങ്കിലും മാജിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക്കൽ ബ്ലാക്ക് മെയിൽ? എന്റെ പൊന്നോ, നമ്മുടെ CEO ഇതുവരെ ആരും ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഹയർ ചെയ്തിട്ടില്ല. പൊന്നോളെ, കൺഗ്രാറ്റ്സ്, യു ആർ വെരി ലക്കി. താങ്ക് യു. എന്താ ഇവിടെ? അത് സാർ, ഞങ്ങള് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുമായിരുന്നു. ഇത് ഓഫീസ് ടൈം ആണോ അതോ നിങ്ങൾക്കുള്ള ലൂസ് ടോക്കിനുള്ള സമയമാണോ? സോറി സാർ. ആരാ ഇവിടെ ട്രെയിനർ? അത് റോഹനാണ് സാർ. ഞാൻ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഗുഡ്. താങ്ക് യു സാർ. എൻ്റെ അമ്മ ഇപ്പൊ പെട്ടേനെ. എൻ്റെ പൊന്നു മോളെ, ഒരു ഉപദേശം ഞാൻ തരാം. എത്രത്തോളം ഇയാളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് കിടക്കാൻ പറ്റുമോ അത്രത്തോളം നടന്നു. ഇതുപോലൊരു റൂഡ് CEO വേറൊരു കമ്പനിയിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഹായ്. മീരല്ലേ? അതെ. ആരാ? I'm റോഹൻ. ഇയാളുടെ മെന്ററാണ്, ലഞ്ച് ബഡിയാണ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് എംപ്ലോയി ആണ്. ഇതൊക്കെ ഒഫീഷ്യൽ ടൈറ്റിൽ ആണോ? അല്ല, അൺഒഫീഷ്യൽ. ഇയാളാണല്ലോ കമ്പനിയുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. CEO ഡയറക്റ്റ് ആയിട്ട് ഹയർ ചെയ്ത എംപ്ലോയി. തന്നിൽ എന്തുകൊണ്ട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് CEO? അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ CEO ഡയറക്റ്റ് ആയിട്ട് ഒരു എംപ്ലോയി ഹയർ ചെയ്തിട്ടില്ല. ശരിക്കും ഞാനാണ് ചർച്ചാ വിഷയം?
ആടോ, അപ്പൊ താൻ അറിഞ്ഞില്ലേ ഇതൊന്നും? ഇതൊരു മിസ്റ്ററിയാണ്. ശരിയടോ, എന്തായാലും വർക്ക് കിടക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. അത് മിസ്റ്റീരിയസും അല്ല, ഇംപ്രഷനും അല്ല. ഹി ജസ്റ്റ് വാണ്ട് ടു ടേക്ക് റിവെഞ്ച് ഓൺ മീ. അതെനിക്ക് മാത്രമല്ല അറിയൂ. മീര, ഹാ, ബോസ് നിന്നോട് കോൺഫറൻസ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ. ഞാനോ? നീയും റോഹനും പിന്നെ 1-2 പേരും ഉണ്ട്. റോഹൻ എന്നെ ഇത് പറയാനായിട്ട് പറഞ്ഞയച്ചേ. അവനവിടെ കോൺഫറൻസ് റൂമിന്റെ പുറത്ത് നിൽപ്പുണ്ട്. നിന്നോട് ചെല്ലാൻ പറഞ്ഞു. നീ വന്നോ? നീ വന്നിട്ട് അകത്ത് കയറാന്ന് വിചാരിക്കുവായിരുന്നു. ബോസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാ. അല്ല, നമ്മളിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചേ? അറിയില്ല, എന്തെങ്കിലും മീറ്റിംഗ് വല്ലതും ആയിരിക്കും. വാ, അകത്തേക്ക് കയറാം. ഇനി ഇവിടെ നിന്ന് ലേറ്റ് ആയിട്ട് വഴക്ക് കേൾക്കണ്ട. May come in, sir? Yes. സാർ എന്തിനാ ഞങ്ങളെ വിളിപ്പിച്ചേ? നമ്മുടെ കമ്പനിക്ക് പുതിയൊരു ഇന്റർനാഷണൽ ക്ലയന്റിന്റെ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹൈ പ്രൊഫൈലാണ്. നമ്മുടെ കമ്പനിയിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള വലിയ പ്രോജക്റ്റുകളിലൊന്നും. സോ ഈ പ്രോജക്റ്റ് ഞാൻ നിങ്ങളെ 2 പേരെയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നലെയല്ലേ ഇവിടെ ജോയിൻ ചെയ്തേ. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് പെട്ടെന്നൊക്കെ ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. It's not an information. It's an order. And you will do it. So that's it. എല്ലാവർക്കും പോവാം. എക്സെപ്റ്റ് മീര. മീര, ഞാൻ പുറത്ത് കാണും. എന്താ നിന്റെ ഉദ്ദേശം? ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇപ്പം എങ്ങനെ എൻ്റെ തലയിലേക്ക് വെച്ചെന്ന്? നിനക്ക് ഞാൻ സഫർ ചെയ്യുന്ന കാണുമല്ലേ? അതിനല്ലേ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 ദിവസം ആവുന്നുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് എന്നെ ഏൽപ്പിക്കുന്നത് അതൊരു നല്ല ലീഡർഷിപ്പ് അല്ല. ദാറ്റ്സ് ക്രൂവൽറ്റി. ആയിരിക്കാം. ഈ പ്രൊജക്റ്റ് നിന്നെ ഏൽപ്പിച്ചതിൻ്റെ കാരണം നീ സ്ട്രഗിൾ ചെയ്യുന്ന എനിക്ക് കാണണം. അത് കണ്ട് എനിക്ക് എൻജോയ് ചെയ്യണം. അത്രേ ഉള്ളൂ. സിമ്പിൾ. പിന്നെ നിനക്കിത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരാളെ നല്ല രീതിക്ക് ചതിക്കാനും പറ്റിക്കാനും ഒക്കെ അറിയാന്നുള്ള ഒരാൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കില്ലേ? അപ്പൊ സമയം കളയാണ്ട് പ്രോജക്റ്റ് തുടങ്ങിക്കോ. പിന്നൊരു കാര്യം, ഇതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്. അതിന് മുന്നേ ഇത് തീർത്തിരിക്കണം. അതർവൈസ് ദ കോൺസിക്വൻസീസ് ഹ്യൂജ്. അത് നിനക്ക് താങ്ങാൻ പറ്റില്ല. നീ മാത്രമല്ല, നിന്റെ ടീം പാർട്ട്ണർ റോഹനും ഉണ്ടാവും. നിനക്കിത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവനെയും ബാധിക്കും. സോ ബി കെയർഫുൾ. പിന്നെ നിനക്കിത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരാളെ നല്ല രീതിക്ക് ചതിക്കാനും പറ്റിക്കാനും ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കില്ലേ? ഒരു സമയത്ത് നീ എൻ്റെ സ്നേഹത്താലുള്ള വാക്കുകൾ കൊണ്ട് വീർപ്പിച്ചു. എന്നാൽ ഇന്ന് അതേ ശബ്ദത്തിൽ നിനക്ക് എന്നോടുള്ള വെറുപ്പ് നീ പ്രകടമാക്കുന്നു. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. ഞാൻ വരാൻ കുറച്ച് ലേറ്റായി. ഞാൻ കരുതി നീ പോയി കാണുന്നു. ഞാൻ പോയാ പിന്നെ എങ്ങനെ അതിന്റെ കലപില സംസാരം കേൾക്കുക? അപ്പൊ ഇത്രയും നാൾ എന്റെ കലപില സംസാരം ഇഷ്ടപ്പെടാത്ത പോലെ നീ അഭിനയിക്കുമായിരുന്നു. നിന്റെ ഒരു കാര്യവും എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടില്ല. മീര, മീര, ആ, നീ ഏത് സ്വപ്ന ലോകത്താ? എത്ര നേരമായി ഞങ്ങൾ വിളിക്കുന്നു. ഓ, ഐം സോറി, ഞാൻ ജസ്റ്റ് സൗണ്ട് ഔട്ട് ആയതാ. സത്യം പറ, സിഇഒക്ക് എങ്ങനെ പണി കൊടുക്കാന്നല്ലേ ആലോചിച്ചോണ്ടിരുന്നത്? അല്ല മീര, എനിക്ക് ഈ പ്രോജക്റ്റിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ഉണ്ടോ? ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഇന്നലെ വന്ന് നിന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സാധാരണ ഒരു ചെറിയ തെറ്റുകളും പറ്റാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത നമ്മളെ സിഇഒ ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, അതും കമ്പനിക്ക് ഒരുപാട് ലാഭമുള്ളത്, അത് നിന്നെ ഏൽപ്പിച്ചത് എന്തോ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ, നീ പേടിക്കണ്ടോ, നമുക്ക് ശരിയാക്കാം. ഞാനില്ലേ?
ആദ്യം നീ അവളെ ഈ കമ്പനിയിൽ ജോലിക്കെടുത്തോ? നിന്നോട് ഞാൻ ചോദിച്ചേ, നീ അവളെ ഈ കമ്പനിയിൽ ജോലിക്കെടുത്തെന്നും അവൾക്ക് ഏതോ ഒരു വലിയ പ്രോജക്റ്റ് അസൈൻ ചെയ്ത് കൊടുത്തെന്നും ഞാൻ അറിഞ്ഞല്ലോ. സത്യമാണോ? എടാ, എന്താ നിന്റെ ഉദ്ദേശം? അതെ, നീ കേട്ടതെല്ലാം ശരിയാ. ഞാൻ അവളെ ഈ കമ്പനിയിൽ ഹയർ ചെയ്തു, പ്രോജക്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇന്റർവ്യൂയുടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ അവളുടെ പേര് ശ്രദ്ധിച്ചേ. എടാ, എന്തിന്? എന്തിന് നീ തന്നെ ഇത് ചോദിക്കണം. ഷീ ഡിസ്ട്രോയ്ഡ് എവ്രിതിങ്. അവളുടെ ആ നുണ അതെന്റെ എല്ലാം നശിപ്പിച്ചു. മൈ സ്കോളർഷിപ്പ്, മൈ റെപ്യൂട്ടേഷൻ, എന്റെ ഫ്യൂച്ചർ വരെ. എന്നിട്ട് എന്തിനാന്നോ ഞാൻ അവളെ ആ പ്രോജക്റ്റ് ഏൽപ്പിച്ചത്? അവൾ പ്രഷർ കൊണ്ട് സഫർ ചെയ്യുന്ന എനിക്ക് കാണണം. എന്നിട്ട് എന്താ നിന്റെ പ്ലാൻ? നീ അവളോട് ക്ഷമിക്കൂ, അതോ അവളെ മൊത്തമായി ഇല്ലാണ്ടാക്കാനോ? എന്താ നിന്റെ പ്ലാൻ? അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഒരുവിധം സ്ട്രെസ് കാരണം ഈ 3 ദിവസം കൊണ്ട് 10 വയസ്സ് കൂടിയതുപോലെ ഉണ്ട്. ഇത്രയും പ്രഷർ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി അഥവാ സിഇഒ നമ്മളെ ഫയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കമ്പനിയുടെ പുറത്തൊരു ബേക്കറി ഇട്ട് ജീവിക്കാടോ. നീ ബേക്ക് ചെയ്യും, ഞാൻ കസ്റ്റമേഴ്സായിട്ട് ഫ്ലേർട്ട് ചെയ്യും. മീര സാർ വിളിക്കുന്നുണ്ട്. ശരി. പ്രോജക്റ്റ് കാണിക്കാനായിരിക്കും, നീ ചെല്ലേ. പ്രൊജക്ട് കംപ്ലീറ്റ് ആയി. ഞങ്ങള് ക്ലയന്റിനെ കാണിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞു. ക്ലയന്റ് ഇംപ്രസ്ഡ് ആയി കാണും, പക്ഷെ ഞാനല്ല. എന്താ? ഐ മീൻ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. ആർ യു സീരിയസ്? സത്യം പറ, ഈ പ്രോജക്റ്റ് നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി നന്നായിന്റെ ദേഷ്യമല്ലേ? ഒട്ടും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ ആണെന്നോ? റോഹൻ വരെ പറഞ്ഞല്ലോ അവൻ ഇതുവരെ ചെയ്ത പ്രോജക്റ്റുകളിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇതാണെന്ന്. റോഹൻ അല്ല ഇവിടുത്തെ സിഇഒ, ഞാനാ. ഇല്ല, നിങ്ങൾ ഒരു കുറ്റം കണ്ടെത്താൻ നോക്കുക. നിങ്ങൾക്ക് എന്റെ ഫെയിലിയർ ആണ് കാണേണ്ടത്. അതെങ്ങനെയൊക്കെ? സ്റ്റോപ്പ് ഇറ്റ്. നിനക്കറിയണോ എനിക്ക് എന്താ വേണ്ടതെന്ന്? നീ എന്നെ ചതിച്ചപ്പോ എനിക്ക് എന്താണോ ഫീൽ ആയത്, ഞാൻ എന്താണോ അനുഭവിച്ചത്, അത് നീയും അറിയണം. അത്രേ ഉള്ളൂ. അപ്പോൾ നിനക്ക് റിവെഞ്ച് ചെയ്യണം, അതല്ലേ പ്ലാൻ? ശരി, നീ എന്താന്ന് വെച്ചാ ചെയ്യും. പക്ഷെ ഒരു കാര്യം നീ ചിന്തിച്ചു, നിന്റെ മുന്നിൽ ഞാൻ തല താഴ്ത്തി നിൽക്കില്ല, അതെത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. ഇവിടുന്ന് അങ്ങോട്ടേ കുതിരപോയി നടന്നു പോന്നേ. മീര, എന്തു പറ്റി? അയാൾക്ക് നമ്മുടെ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടില്ല പോലും. പക്ഷെ ക്ലയന്റിന്റെ തേങ്ങ. എന്തെടുപ്പുണ്ടായേ? എനിക്ക് വിട്ടായത് നാട്ടുകാർക്ക് മൊത്തം വിട്ടായത്. ഇങ്ങനെ പോയ ഞാൻ തന്നെ ആ ഓഫീസിന് തീവിക്കും. എന്ത് പറ്റി? കഥാനായകൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോന്നോ? കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉറക്കൊഴിച്ച് 3 ദിവസം കൊണ്ടുണ്ടാക്കിയ പ്രോജക്റ്റാ. അത് അയാളെ കാണിച്ചപ്പോ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പോലും. പെർഫെക്റ്റ് അല്ല, ജസ്റ്റ് ഓക്കെ ആണ്. വന്ന ദേഷ്യത്തിന് അയാളുണ്ടല്ലോ. സ്വാഭാവികം. നമുക്കിന്ന് പുറത്തു പോയാലോ? വീക്കെൻഡ് അല്ലേ? എനിക്ക് ഓക്കെയാ. എന്നാലേ ഞാൻ റോഹനെ കൂടെ ഇൻവൈറ്റ് ചെയ്യട്ടെ. അവന് മെസ്സേജ് ഇടാം. ഏത് റോഹൻ? നിന്റെ പ്രോജക്ട് പാർട്ട്ണറോ? അവൻ തന്നെ. അവനും എന്റെ കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടതാ. അവനും എന്തായാലും ഒരു തെറാപ്പി വേണം. പിന്നെ നീ പേടിക്കണ്ട, അവൻ നല്ല ഫണ്ണിയാ, പെട്ടെന്ന് കമ്പനിയാവും. റോഹൻ എത്തിന്നാ തോന്നുന്നേ. ഞാൻ പോയി ഡോറ് തുറക്കട്ടെ. ഹായ്. പോവല്ലേ? എവിടെ? തന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാനില്ലല്ലോ. ഉണ്ട്, അവള് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. കീർത്തി, നീ റെഡി ആയില്ലേ? താഴേക്ക് വാ. ദേ വരുന്നു. നിന്നവൻ ഞാൻ, തൂതായി വന്നവൾ നീ, വാക്കായി പെയ്ത മോഹമേ, കാലം കാത്തു നിന്നി തിരയാൻ വന്നതല്ലേ ഇന്നീ സ്വപ്നഭൂമിയിൽ. പൊരുതാരാവോളമാശിച്ച വിരലുകളിൽ പനിനീർ പൂച്ചൂടി നിൽക്കും. റോഹൻ, ഇത് അഞ്ജലി, എന്റെ റൂംമേറ്റ്. ഹായ്, ഐ ആം റോഹൻ. മീര, നീ എന്നോട് പറഞ്ഞില്ലല്ലോ നിനക്ക് ഇത്രയും സുന്ദരിയായിട്ടുള്ള റൂംമേറ്റ് ഉണ്ടെന്ന്. Will you marry me? എടാ, അതിന് നീ ഇവിടെ കണ്ടിട്ട് 30 സെക്കൻഡല്ലേ ആയുള്ളൂ. എടോ,
പേടിച്ചു പോയോ? I'm just kidding. ഞാൻ ഇങ്ങനെയാണോ റോങ് ടൈമിൽ റോങ് കോമഡി. അപ്പൊ പോവല്ലേ? ഞാൻ കാറിന്റെ അടുത്ത് കാണും, നിങ്ങൾ അങ്ങോട്ടോ. എടി ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവന് കുഴപ്പമുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ മുഖത്ത് തക്കാളി ചണ്ണ ഉണ്ടാക്കി വെച്ചേക്കാണോ? അവിടെ ഇരുന്ന് ബ്ലഷ് അടിക്കാതെ ഇങ്ങോട്ട് വന്നേ. അതെ, ഈ മാളിൽ തന്നെ ഇരുന്ന് നല്ല ബോറടിക്കാം. നമുക്ക് വേറെ എങ്ങോട്ടേലും പോയാലോ? ഗൈസ്, ഐ ഹാവ് എൻ ഐഡിയ. നമുക്കൊരു വ്ളോഗ് എടുത്താലോ? ടിപ്പിക്കൽ മലയാളി. അതിന് നിനക്ക് വ്ളോഗ് ചെയ്യാൻ അറിയാവോ? എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും പഠിക്കുന്നേ. വാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രോഹിത്, നീ ക്യാമറ പിടിക്കും. ഓക്കെ. ക്യാമറ ഓൺ ആണേ. അല്ല, ഇപ്പൊ എന്താ പറയണ്ടേ? ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, അതാണോ? അതൊക്കെ അവസാനം പറയുന്നേ. അതൊരു ഹായ് പറ. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് അവർ ഫസ്റ്റ് വ്ളോഗ്. വി ആർ ഇൻ ദ മോൾ, ജസ്റ്റ് ചില്ലിങ്. പിന്നെന്താ? എനിക്കറിയത്തില്ല. പിന്നെന്താ? എനിക്കറിയില്ല, ബാക്കി നിങ്ങൾ പറഞ്ഞു. അല്ല, ഒരു മിനിറ്റ്, നിനക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? ഇല്ല. പിന്നെ ഏത് പട്ടിക്കുഞ്ഞാണ് ഈ വ്ളോഗ് എടുക്കുന്നേ? എന്റെ പൊന്നു മൊണ്ണേഷ്, അത് ഇതിന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ അല്ലേ? ഇതൊന്ന് റീച്ച് ആയാലല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. നിക്ക്, ഞാൻ ഒന്നുകൂടെ എടുക്കാവേ. ക്യാമറയുടെ ആംഗിൾ ശരിയല്ല. ഇപ്പൊ ഓക്കെ. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ. ഇതേതാ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തിരുമോന്ത, നല്ല പരിചയം. ബാക്ക്ഗ്രൗണ്ടിലോ? എവിടെ? ആദി അല്ല, സിഇഒ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മീരയോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. നൗ. യെസ് സർ. മീര, തന്നെ സാറ് വിളിക്കുന്നുണ്ട്. ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഈ പെണ്ണുമ്പിള്ളിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഏത് നേരം വന്നിട്ട് മീര സാറ് വിളിക്കുന്നു. ചൊറിഞ്ഞ് വരുന്നുണ്ട് എനിക്ക് അങ്ങോട്ട്. ഇത് നമ്മുടെ അഞ്ജലി പറഞ്ഞ പോലെ അവസാനം വാട്ട്പാഡ് ലവ് സ്റ്റോറി പോലെ ആവോ? നീ ഒന്നാഞ്ഞ് ശ്രമിച്ചാ മേ ബി സക്സസ് ആവും. അയ്യോ, കീർത്തി, നീ എന്നെ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ. അതെന്താ വിളിക്കാത്തെ? നീ വന്നേ, എനിക്കൊരു കാര്യം പറയണ്ട്. നിനക്കെന്തിനാ വയ്യേ? ഒന്ന് പോയിടക്ക. സർ, എന്തിനാ വിളിപ്പിച്ചേ? പുറത്ത് നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നല്ലോ. എന്താ മനസ്സിലായില്ല? പുറത്ത് നീ അവന്റെ കൂടെ നല്ല കളിയും ചിരിയും ആയിരുന്നല്ലോ എന്ന് ഇന്നലെ മാളിലും കണ്ടല്ലോ. ഏത് നേരം അവന്റെ കൂടെ ആണോ? സർ, മര്യാദയ്ക്ക് സംസാരിക്കണം. നിന്നെ ഇവിടെ ജോലിക്ക് എടുത്തത് ജോലി ചെയ്യാനാ, അല്ലാതെ കണ്ട ആൺപിള്ളേരെ വളയ്ക്കാനല്ല. സാറെന്ത് വൃത്തിയോടെ പറയുന്നേ? വൃത്തിയോടെ നിനക്ക് ചെയ്യാം, ഞാൻ പറയുന്നതിൽ തെറ്റല്ലേ. എന്ത് ഹാപ്പി ആയിട്ടാ നീ ചിരിക്കുന്നേ? 5 വർഷം മുന്നേ നടന്നതൊക്കെ നീ മറന്നുപോയോ? അഥവാ നീ മറന്നിട്ടുണ്ടേ ഞാനത് ഓർമ്മിപ്പിക്കാം. ഞാൻ ചിരിച്ചതോ അതോ അവനോട് സംസാരിച്ചതാണോ സാറിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം നീയാ. നീ ചിരിക്കുന്നത്, മറ്റൊരാളെ നോക്കുന്നത്, എന്തിന്? നീ ശ്വാസം എടുക്കുന്ന പോലും എനിക്ക് പ്രശ്നം.
നിനക്കത് ഭ്രാന്തായോ? ഭ്രാന്താകാം, പക്ഷെ എന്നെ ഇങ്ങനെ ആക്കിയത് ഇറ്റ്സ് യു. നീ ഒറ്റ ഒരാളാ. ഞാൻ അനുഭവിച്ചത്, എനിക്ക് നഷ്ടപ്പെട്ടത്, അതിനെപ്പറ്റി നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? And look at you now. You looks like you move on. I was trying to leave. ഒരു ദിവസം മനസ്സമാധാനത്തോടെ. ഞാൻ മൂടായിട്ടില്ല. I just survived. ശരിയാ, നീ സർവൈവ് ചെയ്തു. പക്ഷെ ഞാൻ അതിനുശേഷം ഓരോ ദിവസവും ഐ വാസ് ഡൈയിങ്. പക്ഷെ ഇപ്പോൾ താങ്ക്സ് ടു യു, നിന്നോടുള്ള ദേഷ്യം, വെറുപ്പ് അതെന്നെ ഇതുവരെ എത്തിച്ച്. ആൻഡ് ഐ ബിൽഡ് മൈ എംപയർ. പക്ഷേ അവിടെയും ട്വിസ്റ്റ്. 5 വർഷത്തിന് ശേഷം ആരെയാണോ ഞാൻ കാണരുതെന്ന് ആഗ്രഹിച്ചത്, അയാൾ തന്നെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് യു ലുക്ക് സോ ഹാപ്പി. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ഈ മുഖത്ത് ഇത്രയും ദിവസം കണ്ട സന്തോഷം അതെനിക്കങ്ങ് ഇല്ലാണ്ടാക്കണം, അത്രേ ഉള്ളൂ. സാർ, എന്താ കാണിക്കുന്നേ? എന്താ, ഞാൻ അടുത്ത് വരുമ്പോഴേ പ്രശ്നമുള്ളൂ, വേറെ ആരും വരുമ്പോഴില്ലേ? You can go now. പറഞ്ഞു കേട്ടില്ലേ, ഇറങ്ങി പോകാൻ. കീർത്തി, മീന വന്നില്ലേ? ഇല്ല, ഇതുവരെയും വന്നില്ല. ഞാൻ നിന്നോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അവള് നിന്നോട് എന്താ വരാത്തേന്ന് പറഞ്ഞോന്നറിയാൻ. ഇല്ല, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. ഹലോ മീര, നീ എന്തായിരുന്നു വരാത്തെ? നിന്നെ ഓഫീസിലൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ഞാനിന്ന് വരുന്നില്ല. അതെന്താ? നല്ല തലവേദന, പിന്നെ വയറുവേദനയുണ്ട്. ഞാൻ കരുതി ഇന്ന് ലീവ് എടുക്കാന്ന്. ഓ ആണോ? ഞാനങ്ങോട്ട് പറഞ്ഞോ, എന്തെങ്കിലും മരുന്ന് മേടിച്ചോണ്ട് വരാം. ഇല്ല വേണ്ട, ഇവിടെ അഞ്ജലി ഉണ്ടല്ലോ. ആണോ? എന്നാ ശരിയടോ, നാളെ കാണാം. ആ ശരി. മീരയുടെ ക്യാബിൻ എന്താ ഒഴിഞ്ഞു കിടക്കുന്നേ? അവളിന്ന് വന്നില്ലേ? ആ കുട്ടിന്ന് വന്നില്ല സർ, ഇന്ന് ലീവാന്നാ പറഞ്ഞേ. ശരി. ആഹാ, നീ നേരത്തെ എത്തിയോ? നിന്റെ തലവേദനയൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ട്. നമ്മുടെ സിയ നിന്നെ നന്നായിട്ട് സ്റ്റെയർ ചെയ്യുന്നുണ്ടല്ലോ. അയാളുടെ നോട്ടം കണ്ടാ നോക്കി ഗർഭം ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. എന്റെ പൊന്നു മീര, നീ ഇങ്ങനെ വർക്കഹോളിക് ആവല്ലേ. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ നീ? നിനക്ക് എന്താ വേണ്ടേ? അയാൾ നിന്നെ നോക്കുന്ന നീ കണ്ടോ? കണ്ടു. നിനക്കൊന്നും തോന്നുന്നില്ലേ? പിന്നെ നീയും അയാളെ ദഹിപ്പിച്ചു നോക്ക്. ഞാൻ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല, അയാൾ അത് നിർത്താനൊന്നും പോണില്ല. അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ അറിയാം. അതെന്താ? നീ അത് അയാളോട് തന്നെ പോയി ചോദിക്കേ. സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്താ ഡിങ്കോൾഫിക്കേഷൻ ഇല്ലേ? ദേ, നീ മിണ്ടാണ്ടിരുന്നില്ല, ഈ പേപ്പർ വലിച്ചത് നിന്റെ വാക്കിയത് ഊത്തിക്കിട്ട് ഞാൻ.
മീര നിൽക്ക്. നീ എന്തിനാ ഈ കമ്പനി ചൂസ് ചെയ്തതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം എനിക്കറിയാം നിൻ്റെ 1 year എഗ്രിമെൻറ്റും എല്ലാം. പക്ഷേ നിനക്ക് വേണം ഈ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ പോവാം. അവൻ അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും, എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ റിസ്കിൽ വേണമെങ്കിൽ അത് ചെയ്തു തരാം. ഇല്ല വിഷ്ണു, എനിക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം. അവൻ എന്നോട് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഏറെ എനിക്ക് ഗിൽറ്റും ഉണ്ട്. എന്നെ ഇങ്ങനെ സഫർ ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് അവന് സന്തോഷം കിട്ടുവാണെങ്കിൽ അത് കിട്ടട്ടെ. അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഗിൽറ്റ് മാറ്റാലോ. നിങ്ങളുടെ ഇടയിൽ 5 വർഷത്തിന് മുന്നേ നടന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ്റെ സൈഡ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. നിൻ്റെ സൈഡ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി എനിക്ക് നിന്നെ കുറ്റപ്പെടുത്താനും കഴിയില്ല. എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അവനിപ്പോൾ പഴയ ആദ്യമല്ല. സോ ജസ്റ്റ് ബി കെയർഫുൾ. നീ എന്തിനാ മീര അങ്ങനെ ഒരു കള്ളം പറഞ്ഞു? ആർക്ക് വേണ്ടി? ഞാൻ നിന്നെ വിശ്വസിച്ചു, മറ്റാരെ കാണും? നീ എന്തിനാ ചെയ്തേ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നിനക്ക് വേറെ വഴി ഉണ്ടായിരുന്നു, പക്ഷെ നീ അത് ചൂസ് ചെയ്തില്ല. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ? എന്തെങ്കിലും കുറവ് നിനക്ക് വരുത്തിയിരുന്നോ? എന്റെ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു? ഇല്ല മീര, ഇനി നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇല്ല മീര, എനിക്ക് നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. യു ആർ എ ചീറ്റർ. യു ബ്രോക്ക് മൈ ട്രസ്റ്റ്. എനിക്ക് ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. And I don't want to see your face ever. ഹരി പ്ലീസ്. Goodbye. ഹരി പോലെ പ്ലീസ്. അത് ഞാൻ പറയുന്നത് കേൾക്ക്. ഹരി പ്ലീസ്. ഹരി മീര എന്ത് പറ്റി? ഒന്നുമില്ല, ജസ്റ്റ് എന്തോ സ്വപ്നം കണ്ടതാ. അയ്യോ ഓക്കെ? ഞാൻ ഓക്കെ. ഞാനത് പേടിച്ചു. നീ വേഗം റെഡി ആയിട്ട് വന്നേ, നമുക്ക് പുറത്ത് പോയിട്ട് വരാം. റോഹ വെയിറ്റ് ചെയ്യാം. ഞാനത് പറയാനാ നിന്റെ റൂമിലേക്ക് വന്നേ. ഞാനില്ല. അതെന്താ? എനിക്കൊട്ടും വയ്യടാ, നീ പോയിട്ടോ. ഒരു മൂഡും ഇല്ല. ആണോ? എന്നാ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഹലോ. മോളെ, നീ എന്താ 2 ദിവസമായിട്ട് വിളിക്കാത്തെ? നിന്റെ കോള് കാണാത്തോണ്ട് അച്ഛൻ അങ്ങോട്ട് വിളിച്ചേ. അത് ഓഫീസിൽ കുറച്ച് തിരക്കായിരുന്നു അച്ഛാ, അതാ വിളിക്കാൻ പറ്റാത്തെ. അയ്യോ, ഓഫീസിൽ അത്രയ്ക്ക് തിരക്കാ? അപ്പൊ നീ കറക്റ്റ് സമയത്തിന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ? അച്ഛാ, ഞാൻ കഴിക്കുന്നുണ്ട്. അച്ഛൻ യൂട്യൂബിലേക്ക് നല്ല പനീർ കട്ട്ലറ്റിന്റെ റെസിപ്പി പഠിച്ചു വെച്ചിട്ടുണ്ട്. മോൾക്ക് അച്ഛൻ ഉണ്ടാക്കി പാഴ്സൽ ചെയ്ത് കൊറിയർ അയക്കട്ടെ. പിന്നെ മര്യാദയ്ക്കൊരു ചായ ഇടാറിനോടാത്ത നിങ്ങളാണ് പനീർ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നല്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി അയക്കുന്ന പനീർ കട്ട്ലറ്റ് അവിടെ ചെല്ലുമ്പോൾ അത് പൂത്തു പോകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, നീ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കി ഇന്നലെ എന്താ ചെയ്തേന്ന്. ഞാൻ ആറ്റ് വാങ്ങിയ ഒരു പ്രഷർ കുക്കർ ആയിരുന്നു, അത് വരെ നശിപ്പിച്ചു. എന്റെ പൊന്നു മോളെ, നീ ഇവിടെ നിന്ന് പോയതിനു ശേഷം നിന്റെ അമ്മ വാ തുറക്കുന്നത് 2 കാര്യത്തിനാ. ഒന്ന് തിന്നാനും, ഒന്ന് എന്നെ കുറ്റം പറയാനും. നീ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അച്ഛനോട് പറ. അച്ഛൻ ഇവിടെ പെട്ടിയും കിടക്കി എടുത്തോണ്ട് അങ്ങോട്ട് വരാം. ഇവിടെ സഹിക്കുന്നതും കാട്ടിയും ഭേദം അങ്ങോട്ട് വരുന്നേ. ഇനി നിങ്ങൾ ഈ ലുങ്കിയും പനിയനും ഇട്ട് അങ്ങോട്ട് ചെന്ന് കയറാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. നിങ്ങളായിട്ട് അവളെയും കൂടെ നാണം കെടുത്തല്ലേ മനുഷ്യ. ആദ്യം മര്യാദയ്ക്ക് നിങ്ങൾ ഈ ഫേസ്ബുക്കിലെ ഫിൽറ്റർ DP മാറ്റാൻ പഠിക്കും. അയാള് ജോലിക്ക് പോവാൻ നിൽക്കുന്നു. അയ്യോ, ഒരു നിമിഷം വെറുതെ കിട്ടിയാ അതിനും തല്ലുപിടിക്കുന്നു 2 കൂടെ. നീ അതൊക്കെ വിട്. നിന്റെ അടുത്ത് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ആ CEO നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ്, കുഴപ്പമൊന്നുമില്ല അമ്മ. പിന്നെ ശരി മോളെ, നീ ഫ്രീ ആകുമ്പോ വിളിക്ക്. പിന്നെ അഞ്ജലി മോളെ അന്വേഷിച്ചെന്നൂടെ പറഞ്ഞേക്കേ. അമ്മ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നാളെ വിളിക്കാം ഫ്രീ ആകുമ്പോ. മീര, ഇന്ന് വൈകിട്ടത്തെ പാർട്ടിക്ക് നീ വരുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വരുന്നുണ്ട്. റോഹ, നീ വരുന്നില്ലേ? ഞാനില്ലടോ, നിങ്ങൾ പോയി അടിച്ചു വിളിക്കും. എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. അതേതാടാ ഞാനറിയാത്തൊരു പ്ലാൻ? അത് ഞാനും അഞ്ജലിയും കൂടെ ഇന്ന് നൈറ്റ് ഒരു ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എപ്പോ? ഞാനറിയാതെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? സത്യം പറ, നിങ്ങൾ സെറ്റായോ? എന്റെ പൊന്നു, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവളോടൊരു ക്രഷ് ഉണ്ട്. അവൾക്കതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പറ്റുവാണേ അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം. സെറ്റാക്കാൻ നോക്കുന്നേക്കാ ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൾക്ക് നല്ലതല്ലാത്ത ഒന്നും വരുന്ന എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് ടൈം പാസ് വല്ലതാണ് ഉദ്ദേശമെങ്കിൽ ഇതിപ്പോഴേ വിട്ടോ, ഞാൻ സമ്മതിക്കില്ല. അല്ലടോ, ഇത് ടൈം പാസ് അല്ല. കാര്യം ശരിയാ, ഞാൻ ഒരുപാട് ഗേൾസായിട്ടൊക്കെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അഞ്ജലി എനിക്ക് അങ്ങനെയല്ല. അവളെ ഫസ്റ്റ് കണ്ടപ്പോഴേ എന്തോ ഒരു സ്പാർക്ക് അടിച്ചതാ. അപ്പൊ തന്നെ മനസ്സിൽ തോന്നിയതാ അവളെ സ്വന്തമാക്കണമെന്ന്. അതുകൊണ്ട് നീ പേടിക്കണ്ട, നിനക്ക് എന്നെ വിശ്വസിക്കാം. അങ്ങനെയാണേ നിനക്കോളൂ. അവളെ
സെറ്റാക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതൊരു പൊട്ടിയ. പക്ഷെ അവളുടെ അച്ഛനെ കയ്യിലെടുക്കാൻ അത് നീ കുറച്ച് പാടുപെടും. നിനക്കറിയായിരിക്കും, നമ്മുടെ സിറ്റിയിലെ പോലീസ് ഓഫീസറാ, പേര് ജോർജ്. ഏത് ജോർജ്? മറ്റേ ഓടിവാ കണ്ണ ചാടിവാ മുന്നേ ആ ടൈപ്പ് ജോർജ് ആണോ? അത്രയ്ക്കൊന്നുമില്ല, എന്നാലും അയാൾ നിന്നെ കൊല്ലില്ല, അത് മാത്രം ഉറപ്പേറാം. അത് മതി, അത് മതി, അത് മാത്രം മതി. ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി പെട്ടെന്ന്. എന്റെ പൊന്ന് കീർത്തി, ഒന്ന് പതിയെ. ഇങ്ങനെ ഓരോ പാർട്ടിക്ക് വരുമ്പോഴേ ഇതുപോലെ കുടിക്കാൻ പറ്റത്തുള്ളൂ. നീ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, നീ ഇതൊന്ന് ട്രൈ ചെയ്തോ, അടിപൊളിയാ. എനിക്ക് വേണ്ട, എനിക്കെന്റെ സ്മെല്ല് പോലും പിടിക്കത്തില്ല. നീ ഇവിടെ നിൽക്കേ, ഞാൻ അപ്പുറത്ത് ഒരു ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാം. ഡ്രിങ്ക്സ് എടുക്കാൻ പോയിട്ട് കിട്ടിയില്ലേ? മീര, നിനക്കെന്താ പറ്റിയേ? മനഃപൂർവ്വ എന്നെ കാണിക്കാനായിട്ട്. നിനക്ക് നിന്റെ സ്മെല്ല് പോലും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എന്നെക്കാളും കൂടുതൽ നീയാണല്ലോ കുടിക്കുന്നേ. എന്റെ പൊന്നു മീര, ഒന്ന് നിർത്ത്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? അങ്ങനെ ഇപ്പൊ ഞാൻ വെറുതെ വിടില്ല, നീ നോക്കോ. Like a mad cow. എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? മാറി നിൽക്കാൻ, എനിക്ക് ഡാൻസ് കളിക്കണം. നീ ഇപ്പൊ എവിടേക്കും പോണില്ല. അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? നീ എന്താ കാണിച്ചു കൂട്ടുന്നതിന് വല്ല ബോധമുണ്ടോ? നീ എന്താ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ബോധമൊന്നും പോയിട്ടില്ല, നല്ല ബോധമുണ്ട്. എന്താ ദേഷ്യം വരുന്നുണ്ടോ? നിങ്ങൾക്ക് ദേഷ്യം വന്നാലും എനിക്കൊരു ചുക്കുമില്ല, മര്യാദയ്ക്ക് മാറി നിൽക്കുക. നിന്നെ ഇപ്പൊ എങ്ങോട്ടും വിടുന്നില്ല എന്ന് പറഞ്ഞില്ലേ? How dare you? ഒരുപാട് ഇന്നസെന്റ് ആവല്ലേ, എനിക്കറിയില്ല നിന്നെ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേറെ ഒരുപാട് ഗേൾസിനെ കിട്ടുമായിരിക്കും, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഇനി മേല എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്ത് തൊട്ടുപോരുത്. അങ്ങനെ ചെയ്ത മീര ആരാന്ന് നിങ്ങൾ അറിയും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്തോ അറിയാന്ന്. എന്തറിയാം? നിങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും അറിയാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. നിനക്ക് നിന്റെ പ്രതികാരം അത്രേ ഉള്ളൂ. അതിൽ നീ ഇല്ലാണ്ടാക്കുന്ന എന്റെ ലൈഫാ, അത് മറക്കരുത്. ശരിയാ, ഞാൻ എന്തൊക്കെയോ ചെയ്തു, അതിലെനിക്ക് ഗിൽറ്റും ഉണ്ട്. പക്ഷെ ഒന്നും മനഃപൂർവ്വമല്ല. അതെനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും വയ്യ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു, എപ്പോഴും നിനക്ക് എന്നെ തട്ടിക്കളിക്കാൻ കിട്ടത്തില്ല. ഞാനതിന് സമ്മതിക്കില്ല.
പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എന്തോ അറിയാമോ? എന്തറിയാം? നിങ്ങൾക്കൊന്നും അറിയില്ല. ഒന്നും അറിയാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. നിനക്ക് നിന്റെ പ്രതികാരം അത്രേ ഉള്ളൂ. അതിൽ നീ ഇല്ലാണ്ടാക്കുന്ന എന്റെ ലൈഫാ. അത് മറക്കരുത്. ശരിയാ, ഞാൻ എന്തൊക്കെയോ ചെയ്തു, അതിലെനിക്ക് ഗിൽട്ടുമുണ്ട്. പക്ഷെ ഒന്നും മനഃപൂർവ്വമല്ല. അതെനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും വയ്യ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, എപ്പോഴും നിനക്ക് എന്നെ തട്ടിക്കളിക്കാൻ കിട്ടത്തില്ല. ഞാനതിന് സമ്മതിക്കില്ല. നീ എന്തിനാ എന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചേ? അത് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. അന്ന് കോളേജിൽ എന്താ നടന്നതെന്നും മീര എന്തിനാ അന്ന് അങ്ങനെ ചെയ്തതെന്നും എനിക്കറിയണം. അതെന്താ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ? ഇത്രയും വർഷം നിനക്കത് അറിയണമെന്നുണ്ടായിരുന്നില്ലല്ലോ. നീ ഇത് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ തീരുമാനിച്ചതാ സത്യം എന്താണെന്ന് അറിയണമെന്ന്. കാരണം നിന്നെപ്പോലെ തന്നെ അവളും എൻ്റെ ഫ്രണ്ടാണ്. നീ എന്തേന്ന് ഓഫീസിൽ പോവാത്തെ? ലീവാണോ? എനിക്ക് പോകാനൊരു മൂഡില്ല, അതുകൊണ്ട് ലീവ് എടുത്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം വല്ലതും പറഞ്ഞോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. അല്ല, നിനക്കിന്ന് വർക്കില്ലേ? ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ. സത്യം പറ, എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല, ഒരു മിനിറ്റ്. നീ റോഹനും കൂടി ഇന്നലെ ഡേറ്റിനെന്തോ പോയതല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനാണെ ചോദിക്കാനും വിട്ടുപോയി. അയ്യോ, ആ ഒരു കാര്യം മാത്രം നീ ഓർമ്മിപ്പിക്കില്ലേ. എന്റെ ലൈഫിൽ ഇതുപോലെ നാണം കെട്ടൊരു ദിവസം വേറെ ഉണ്ടാവാനേ ചാൻസ് ഇല്ല. അതെന്താ, എന്തു പറ്റി? നമ്മള് പോയിട്ട് നല്ലൊരു കഫേയിൽ ഡിന്നർ കഴിക്കാൻ പോയി. കുറെ നേരം സംസാരിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക്. അഞ്ജലി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുമായിരുന്നു, പക്ഷേ സിറ്റുവേഷൻ ഒത്തുന്നില്ല. ബട്ട് ഇപ്പോൾ എനിക്കിത് പറഞ്ഞേ പറ്റൂ. അഞ്ജു, ഐ ഹാവ് ടു സേ ദിസ്. நீ அவ்வளோ அழகு. நான் எவ்வளோ அழகா இவ்வளோ அழகாக பார்த்துருக்க மாட்டாங்க. அண்ட் ஐம் இன் லவ் வித் யூ. അഞ്ജു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അഞ്ജു, എനിക്ക് മുള്ള മുട്ടുന്നു. മുള്ള മുട്ടുന്നു. ഞാൻ പോരാ. അല്ല, ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർത്തേ. ഞാൻ എന്റെ ഫിഷിന് ഫുഡ് കൊടുത്തില്ല. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ. ഇവളിതങ്ങോട്ട് ഓടുന്നേ? ഇവൾക്ക് ഇവിടുന്ന് ഫിഷ് എന്തോ പറ്റി. ഇനി തമിഴിൽ പ്രപ്പോസ് ചെയ്താൽ മനസ്സിലാവുന്നുണ്ടായിരിക്കുമോ? വല്ല മലയാള സിനിമ കൊണ്ട് പ്രപ്പോസ് ചെയ്താൽ മതിയായിരുന്നു. എന്റെ പൊന്നഞ്ജലി, നിനക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നേ നിനക്ക് അവന്റെ മുഖത്തൂതി പറഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? നീ ഇതിനെ ഓടാൻ നിന്നേ? ആരാ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ലാന്ന്? എനിക്ക് അവനെ ഇഷ്ടാ. പിന്നെ നീ ഇതിനെ ഓടിക്കളഞ്ഞേ? അത് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന് നമ്മുടെ ക്രഷ് നമ്മളോട് ഇഷ്ടമെന്ന് പറഞ്ഞ പെട്ടെന്ന് ആരായാലും ഷോക്കായി പോവില്ലേ? ഞാനും ഷോക്കായി പോയി. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ എന്തിനാ ഓടിയെന്ന്. അടിപൊളി. ഇനിയിപ്പോ അവൻ നിന്നെ തെറ്റിദ്ധരിച്ചു കാണില്ലേ? നിനക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ നീ ഓടിക്കളഞ്ഞെന്ന് വിചാരിച്ചാണോ? അയ്യോ, അങ്ങനെ വിചാരിച്ചാണോ? ചിലപ്പോ. അല്ല, അവൻ നിന്നെ വിളിക്കുമല്ലോ ചെയ്തോ? പിന്നീട് വിളിച്ചു, പക്ഷെ ഞാൻ എടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടു. എന്താ പറഞ്ഞേ? മീനിന് സുഖാണോ, മീനിന്റെ ഫുഡ് തീർന്നാ പറഞ്ഞാ മതി, ഞാൻ മേടിച്ചോണ്ട് വരാമെന്ന്. രണ്ടും കണക്കാ. എടാ ആദി, പ്ലീസ് എനിക്ക് ആ പാട്ടൊന്ന് പാടിത്തരോ? എത്ര നാളുകൊണ്ട് നീ കൊതിപ്പിക്കുക. ഇന്ന് പാടും നാളെ പാടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് പാടുത്താടാ പ്ലീസ്. ഇല്ല, പാടത്തില്ല. അതിനുള്ള സമയമായില്ല. സമയമാകുമ്പോൾ ഞാൻ തന്നെ പാടിത്തരാം. ഇനി എന്നാ സമയമാവാ? ശരി, നിന്റെ ബർത്ത്ഡേ എന്നാണോ അന്ന് ഞാൻ പാടിത്തരാം. പോരെ? ശരിക്കും? ഉറപ്പായിട്ട് എന്റെ ബർത്ത്ഡേക്ക് പാടിത്തരോ? പ്രോമിസ്? പ്രോമിസ്. ഓക്കെ.
സർ, ആ എന്താ? മീര വന്നിട്ടുണ്ട്. ഓ ഓക്കെ, അകത്തേക്ക് വരാൻ പറ. ഓക്കെ സർ. മിന്നലഴകേ ഒന്നുന്നില്ല എന്തു ദാഹം കണ്ടു നിൽക്കാം. എന്തിനാ വിളിപ്പിച്ചേ? ഇന്നലെ മീര ഓഫീസിൽ എന്താ വരാത്തെ? എനിക്ക് കുറച്ച് സ്പേസ് വേണമായിരുന്നു. എന്ത് സ്പേസ്? നൺ ഓഫ് യുവർ ബിസിനസ്. ലുക്ക് മീര, നീ എന്ത് ഈ ഓഫീസിൽ ചെയ്താലും അതെല്ലാം എൻ്റെയും കൂടി ബിസിനസ്സാണ്. ഓ, ഞാനിവിടെ എന്ത് ചെയ്താലും അത് സാറിന്റെ ബിസിനസ് ആണോ? അപ്പൊ ഞാനിവിടെ ആരെങ്കിലും കിസ് ചെയ്താ, ആരുടെയും കൂടെ ഡാൻസ് ചെയ്താ, അതല്ലേ ഇയാളുടെ ബിസിനസ് ആണോ? മീര ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അന്ന് ആ പാർട്ടിയിൽ വെച്ച് സംഭവിച്ചത് അത് ഐം ജസ്റ്റ് സോറി. ഓക്കെ, അതങ്ങനെ പറ്റിപ്പോയി. നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ കിസ് ചെയ്യുന്നത് തെറ്റ്, എനിക്കറിയാം. സാർ ക്ഷമ ചോദിക്കുവാണോ? നോ, ഐ എം നോട്ട് അപ്പോളജൈസിങ് ടു യു. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ. സാർ ക്ഷമ ചോദിക്കുന്നതല്ല എന്നല്ലേ പറഞ്ഞേ? പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. പരിഭവമൊഴുകിയ മീടത്തിങ്കൾ ചന്തം. മീര, ആ, നീ എന്താ ഇതുവരെ പോകാത്തെ? അത് കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു. ടൈം ഒരുപാട് ലേറ്റായി. ഇനി ഇവിടെ ഇരിക്കണ്ട, പോകാൻ നോക്ക്. അല്ലേ നിൽക്ക്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പോയിക്കോളാം. സമയം ഒരുപാട് ലേറ്റായി. ഇനി നിനക്ക് ബസ്സൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് സാരമില്ല, ഞാൻ എങ്ങനെയും പോയിക്കോളാം. പറയുന്ന മനസ്സിലാക്ക്. പക്ഷെ ഒരു പക്ഷിയില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. വാ. എതിരിൽ വന്ന് നിன்றாலே எனது நிலைமையென்னாகும் விலகி நீயும் நடந்தாலே நான் உடைந்து போகிறேன். ഇതെന്താ ഇടാൻ പറ്റാത്തെ? നിൽക്ക്, ഞാൻ ഇട്ടുതരാം. எதிர்வரும் திட்டம் நீயே நானாகிறேன். நீயே எனதுயிர் சட்டம் நீயே எதிர்வரும் திட்டம் நீயே நானா. നല്ല ഉറക്കമായല്ലോ. മീര, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ? നീ എന്താ എന്നോടൊന്നും തുറന്നു പറയാത്തെ? നിന്റെ കണ്ണിൽ നോക്കുമ്പോൾ നീ തെറ്റ് ചെയ്തതായിട്ട് എനിക്കെന്താ തോന്നാത്തെ? ഓരോ സമയവും നിന്നെ നോവിക്കാൻ ഞാൻ നോക്കുമ്പോൾ എനിക്കെന്താ അതിനൊന്നും പറ്റാത്തെ? എനിക്കറിയണം അന്നെന്താ നടന്നതെന്ന്. ഞാനത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കുമ്പോൾ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കൂ. എന്താ? ഒന്നുമില്ല, നിന്റെ വീടെത്തി. ആ, ഓക്കെ. മീര, see you tomorrow. മീര, നീ എൻ്റെ കൂടെ വന്നേ. എങ്ങോട്ടേക്ക്? അതൊക്കെ ഞാൻ പറയാം, നീ വാ. നിങ്ങളെന്താ തിരിച്ചു വന്നേ? ഓഫീസില്ലേ? അതൊക്കെ ഞാൻ പറയാം. മീര, അകത്തേക്ക് വാ. റോ, നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഓഫീസിൽ ഒരു 100 പണി അടക്കുക. മീര, ഞാനൊരു കാര്യം ചോദിക്കാം, നീ സത്യസന്ധമായിട്ട് മറുപടി പറയണം. നിനക്ക് നമ്മുടെ സിഇഒയെ മുന്നേ അറിയാവോ? നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് നമ്മുടെ സിഇഒയെ മുന്നേ അറിയാവോന്ന്? അപ്പോ അറിയാല്ലേ? നിന്നെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന് അറിയോ? ഓഫീസിൽ മുഴുവൻ നിന്നെ പറ്റിയ ചർച്ച. നീ സിഇഒയും തമ്മിൽ എന്തോ ബന്ധമായിരുന്നോ? അവസാനം നീ അയാളെ ബിട്രേ ചെയ്തെന്നൊക്കെയാ പറയുന്നത്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? മീര, നിന്നോടങ്ങ് ചോദിച്ചേ.
ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? നീയും അയാൾ തമ്മിൽ എന്താ ബന്ധം? നീ കേട്ടത് ശരിയാ. എനിക്ക് ആദ്യം മുന്നേ അറിയാം, കുറെ വർഷങ്ങൾ മുന്നേ അറിയാം. 5 വർഷം മുന്നേ ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയം ഒരു ദിവസം നമ്മുടെ കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു. അന്ന് അവിടെ സ്റ്റേജിൽ വെച്ച് ആദ്യമായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவன் சுந்தரி கண்ணா ஒரு செய்தி சொல்லடி இந்நாள் நல்ல தேதி என்னை தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக. ആ സ്റ്റേജിൽ അവനെ കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സ് മുഴുവൻ അവനായിരുന്നു. ആദ്യമൊക്കെ അവൻ്റെ പാട്ടിനോടുള്ള ആരാധനയായിരുന്നു എന്നെ അവനിൽ കൂടുതൽ അടുപ്പിച്ചത്. പിന്നീട് അത് പതിയെ അവനോടുള്ള പ്രണയമായി മാറി. പല പല കാരണങ്ങളുണ്ടാക്കി ഞാൻ അവനെ കാണാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഒരുപാട് അടുത്തു. എനിക്ക് അവനെയും അവൻ എന്നെയും ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒരുപാട് ചേർച്ചയുണ്ടായിരുന്നു. ആ ചേർച്ചകൾ പതിയെ ഞങ്ങളെ പരസ്പരം ഒരുപാട് അടുപ്പിച്ചു. പതിയെ പതിയെ അവനും എന്നോട് പ്രണയം തോന്നി തുടങ്ങി. അവനവിടെ ബിസിനസ് മേജർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങി അത് സക്സസ് ആക്കി ഫ്യൂച്ചറിൽ വലിയൊരു CEO പൊസിഷനിൽ എത്തണം എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള സമയം മുഴുവനും അവൻ ഇതിനെപ്പറ്റിയായിരുന്നു എന്നോട് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കേട്ട് കേട്ട് അവൻ്റെ ആ സ്വപ്നം എൻ്റെ കൂടെ സ്വപ്നമായി മാറി. അതിനുവേണ്ടി എനിക്ക് പറ്റുന്ന എല്ലാം ഞാൻ അവന് ചെയ്തു കൊടുത്തു. പല സമയങ്ങളിലും അവൻ ഗിവപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊരിക്കലും സമ്മതിച്ചില്ല. ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ സ്വപ്നങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ മുഖത്ത് എപ്പോഴും എനിക്ക് സന്തോഷം കാണും. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമായിരുന്നു. ലാസ്റ്റ് അവനൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് അവൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. അവൻ്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് അവൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് കണ്ടത്. ഞാനവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ചില ഡോക്യുമെൻറ്റ്സ് ഔട്ട് ചെയ്ത് കൊടുക്കും, പ്രസൻറ്റേഷൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് പല സമയങ്ങളിലും എനിക്ക് പല പ്രൊഫസേഴ്സിൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ആദ്യം ഇതുപോലെ ആയിരുന്നില്ല. അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതൊന്നും അവൻ ആരെയും അറിയിച്ചില്ല. പക്ഷേ എനിക്കെല്ലാം അറിയായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ അവനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലും പ്രൊഫസേഴ്സിൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ്റെ പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാനത് അവർ ഉപയോഗിക്കാൻ കൊടുക്കുമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഇതിൽ ഞാൻ ഇതുവരെ പറയാത്ത മൂന്നാമത്തെ ഒരാളും കൂടെയുണ്ട്, ദീപക്. ഞാൻ കോളേജിൽ ആദ്യമായിട്ട് വന്ന ദിവസം ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരാളായിരുന്നു ദീപക്. അന്ന് മുതലേ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ആദ്യമായിട്ട് റിലേഷൻഷിപ്പിലായെങ്കിലും ദീപക്കുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ തുടർന്നു. പിന്നീട് ഞങ്ങൾ 3 പേരും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. ദീപക്കിനും ആദ്യം പോലെ തന്നെ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാനും ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരാനും ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരുപാട് നല്ല സുഹൃത്തുക്കളായി. പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊന്നും മുതലെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. അവസാനം ആദിയുടെ പ്രോജക്റ്റിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നു. അവൻ്റെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഞാൻ ഒരു പ്രൊഫസറിൻ്റെ അനുവാദം ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിലായിരുന്നു സൂക്ഷിച്ചു വെച്ചത്. അതുവരെയും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടന്നു. ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ച് നല്ലൊരു സുഹൃത്തായി കണ്ട ദീപക് അവൻ ഞങ്ങളെ ചതിച്ചു. ആദ്യം പ്രസന്റ് ചെയ്യാനിരുന്ന പ്രോജക്റ്റിൽ ദീപക്കിനും ഒരു കണ്ണുണ്ടായിരുന്നു. അത് ഞങ്ങളൊന്ന് മനസ്സിലാക്കാതെ പോയി. സത്യം പറഞ്ഞാൽ ആ പ്രോജക്റ്റിനെ പറ്റി ദീപക് അറിയുന്നത് തന്നെ ആദ്യം പറഞ്ഞതുകൊണ്ട് മാത്രം. അന്ന് മുതൽ അവൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല.
പ്രോജക്റ്റിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് പ്രസന്റേഷന് വേണ്ടിയുള്ള എല്ലാം ഞാൻ ആ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചു വെച്ചു. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ആ ലാപ്ടോപ്പ് വളരെ കെയർലെസ് ആയിട്ട് എൻ്റെ ക്ലാസ് റൂമിൽ ഞാനിരിക്കുന്ന ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി. പിന്നീട് തിരിച്ചു വന്നിട്ട് ഞാൻ ആ ലാപ്ടോപ്പ് ആദ്യം ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം അവന്റെ പ്രോജക്ട് സബ്മിഷൻ ഡേ ആയി. അന്ന് അവൻ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുന്നതിന് കുറച്ചു മുന്നേ തന്നെ ദീപക് ഞങ്ങളിൽ നിന്ന് മോഷ്ടിച്ച ആ പ്രോജക്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അത് അറിഞ്ഞിരുന്നില്ല. ശേഷം ആദ്യ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തപ്പോൾ അത് ഇവാലുവേഷൻ ചെയ്യാവുന്ന ഇൻവെസ്റ്റേഴ്സ് രണ്ടും ഒരേ പ്രോജക്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. എന്നാൽ ആദ്യക്ക് മുന്നേ ദീപക് അത് പ്രസന്റ് ചെയ്തതുകൊണ്ട് ആദ്യ ദീപകിന്റെ പ്രോജക്റ്റ് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. കോളേജിലെ പ്രൊഫസേഴ്സ് പോലും അവനെ കുറ്റപ്പെടുത്തി. എന്തിന്, സ്റ്റുഡൻസ് പോലും കളിയാക്കി തുടങ്ങി. അവൻ ഒരുപാട് കരഞ്ഞു പറഞ്ഞെങ്കിലും അന്ന് അവൻ ആരും വിശ്വസിച്ചില്ല. ഇത് കാരണം അവന്റെ സ്കോളർഷിപ്പ് വരെ നഷ്ടപ്പെട്ടു. കോളേജിൽ നിന്ന് അവനെ പുറത്താക്കി. പക്ഷേ ഇതിനിടയിൽ ഞാൻ എൻ്റെ ക്ലാസ് റൂമിലെ CCTV വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്തു. കാരണം അതിൽ ദീപക് ആ പ്രോജക്റ്റ് മോഷ്ടിക്കുന്നതിന്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് യൂസ് ആവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആദ്യയോട് പറയാതെ ദീപകിനെ കാണാനായിട്ട് ദീപകിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ചെന്നു. അന്നവന് ആ ഒരു തെറ്റ് ചെയ്തതിന്റെ ഒരു കൂസലുണ്ടായിരുന്നില്ല. പകരം അവന്റെ മുഖത്ത് അഹങ്കാരം മാത്രമായിരുന്നു ഞാൻ കണ്ടത്. അവിടെ വെച്ച് ഞാൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. മര്യാദയ്ക്ക് കോളേജിൽ വന്ന് സത്യം പറയാൻ പറഞ്ഞു. ആ സമയത്ത് അവനത് കേട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ മര്യാദയ്ക്ക് വന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ CCTV വിഷ്വൽസ് എല്ലാരെയും കാണിക്കുമെന്ന്. എന്നാൽ അത് നടന്നില്ല. അവന്റെ അച്ഛൻ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അയാള് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇത് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ആദിയുടെ ലൈഫ് ഇല്ലാണ്ടാക്കും. അവന് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ബിസിനസ് എന്നോ സഫലമാക്കാൻ അയാൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്തിന്? ആദിയുടെ ലൈഫിന് വരെ അയാൾ ഭീഷണിപ്പെടുത്തി. ഞാനത് ആരോടെങ്കിലും പറഞ്ഞ ആദ്യം കൊന്നുകളയെന്ന് വരെ അയാൾ പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് ആദിയാണ്. അവനെന്തേലും പറ്റുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ദീപകിന്റെ കള്ളത്തരം ആരോടും പറയണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. ആ ഒരു സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യ ദീപകിനെ പോയി കണ്ടു. രണ്ടുപേരും പരസ്പരം ഒരുപാട് വാക്ക് തർക്കങ്ങളായി. അതിനിടയിൽ ദീപക് സത്യം പറഞ്ഞു, അവൻ പ്രോജക്റ്റ് മോഷ്ടിച്ചതാണെന്ന്. എന്നാൽ അതിനിടയിൽ അവനൊരു കള്ളത്തരവും പറഞ്ഞു. ആ പ്രോജക്റ്റ് മോഷ്ടിക്കാൻ ഞാനാണ് ദീപകിന് കൂട്ടുനിന്നതെന്ന്. അവനെന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞേ? പക്ഷെ മീര, നിനക്ക് ആദ്യയോടെ എല്ലാം തുറന്നു പറയായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞിരുന്നില്ല ദീപക് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ കാര്യം. അതറിയാനും ഞാൻ വൈകിപ്പോയി. ആ ഒരു നിമിഷത്തില് ആദ്യം അത് വിശ്വസിച്ചു. മറ്റാര് ചതിച്ചാലും ഞാൻ അവനെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. അത് തകർന്നപ്പോ അവൻ ഇല്ലാണ്ടായി. ദീപക് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊന്നും എന്നോടൊരു വാക്ക് പോലും അവൻ ചോദിക്കാതെ അവനെന്നാ നാട്ടിൽ നിന്ന് പോയി. പിന്നീട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നീട് ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തി. അവനെ മറന്നിട്ടൊന്നുമില്ല, കാരണം ഞാനാണ് അവന്റെ ലൈഫ് ഇങ്ങനെ ആക്കിയതെന്ന് കൂടിയുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അവനെ കാണുന്നത്. നമ്മുടെ ഓഫീസിൽ വെച്ച് അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ CEO ഒക്കെ ആയിട്ട് അവന്റെ സ്വപ്നം പോലെ അവൻ സക്സസ് ആയി. സത്യം പറഞ്ഞ അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു. അവന്റെ മനസ്സിൽ എന്നോട് വെറുപ്പാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷം എല്ലാം തകർന്നു പോയി. ഈ 5 വർഷം അവനെ കാണാതെ എന്തോരം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവനൊരു വാക്ക് പോലും എന്നോട് ചോദിച്ചില്ല. സത്യം അറിയാൻ അവൻ ശ്രമിച്ചിട്ടുമില്ല. എങ്കിലും അറിഞ്ഞോ അറിയാതെയും അവന്റെ ലൈഫില് അന്ന് നടന്നതിനൊക്കെ ഞാനൊരു കാരണമല്ലേ. മീര, നീ കരയാതിരിക്കുക. നീ ഒരു തെറ്റും ചെയ്തില്ല. തെറ്റ് ചെയ്ത് മുഴുവൻ ദീപക്കല്ലേ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇതേ ആ കണ്ണൊക്കൊന്ന് തുടച്ചേ. ഞാൻ ഇവളോട് ഇത് എത്ര തവണയായിട്ട് പറയുന്നെന്നറിയോ? ഈ സ്റ്റോറി ഇവൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞ അന്ന് മുതൽ ഞാനിത് ഇവളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവൾക്ക് മനസ്സിലാവണ്ടേ? മീര, നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും, ചിലപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യൂ. നീ കരയാതിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഈ മൂടൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് 3 പേർ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാം. എന്താ? ഓക്കെ, ഞാൻ റെഡിയാ. മീരയും മീര, എന്താ രോഹൻ? നീ ന്യൂസ് കണ്ടായിരുന്നോ?
എന്ത് ന്യൂസ്? ദേ ഇതൊന്ന് നോക്കിയേ. ഇതെങ്ങനെ? അറിയില്ല, ഞാൻ ഇന്ന് രാവിലെ ഈ ന്യൂസ് കണ്ടേ. പക്ഷെ എനിക്കിത് കണ്ടപ്പോ എന്തൊരു ഡൗട്ട്. ദീപകിന്റെ കമ്പനി പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. ലൈക്ക് ആരും മനഃപൂർവ്വം കരുതിക്കൂട്ടി ദീപകിന് പണിയെടുത്ത പോലെ. ആരായാലും നന്നായി, അവനത് ഡിസർവ് ചെയ്യുന്നുണ്ട്. നീ പറഞ്ഞത് കറക്റ്റാ. നിങ്ങളുടെ ഊഹം ശരിയോ? ഇതൊരാൾ മനഃപൂർവ്വം തന്നെ ചെയ്യുക. ആര്? ഈ ലോകത്ത് ദീപകിനോട് അത്രയ്ക്കും വലിയ ദേഷ്യമുള്ള രണ്ടേ പേരേ ഉള്ളൂ. ഒന്ന് നീയും, പിന്നെ ഒന്ന് ആദി. നീ എന്തായാലും ചെയ്തിട്ടില്ല, പിന്നെ നിനക്ക് ഊഹിച്ചൂടെ? ആദിയാണോ ചെയ്തേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദി എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്തേ? മീര, ഹി നോസ് ദ ട്രൂത്ത്. അവൻ എല്ലാം അറിഞ്ഞു. കുറച്ച് ദിവസം മുന്നേ എന്നോട് അവൻ പറഞ്ഞിരുന്നു അവന് സത്യം അറിയണമെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ എല്ലാം കണ്ടുപിടിച്ചു, അവനോട് പറയുകയും ചെയ്തു. പിന്നെ ഉണ്ടായതാ ഇതൊക്കെ. ആദിക്കിപ്പോ എല്ലാം അറിയോ? ഇതറിഞ്ഞപ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞു? അതൊന്നും പറയേണ്ട ഞാനല്ല. അവൻ എന്ത് നിന്നോട് പറയാനുണ്ടെങ്കിലും അവൻ തന്നെ പറയും. അപ്പൊ ശരി, വർക്ക് അടക്കട്ടെ, പിന്നെ കാണാം. മീര, ഐ ഓക്കെ? ഓക്കെ. എടോ, വിഷ്ണു സാറിന് നിന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ എങ്ങനെ പരിചയം? വിഷ്ണു ആദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലല്ലായിരുന്നു അവൻ പഠിച്ചത്. എങ്കിലും ആദ്യം കാണാനായിട്ട് ഇടയ്ക്ക് കോളേജിൽ വരുമായിരുന്നു. അങ്ങനെ ഞാനും അവനായിട്ട് നല്ല കമ്പനിയായി. ഈ പ്രശ്നമൊക്കെ നടന്നതിന് ശേഷം ആദി എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയപ്പോഴും വിഷ്ണു എന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ ഉള്ളിലെ കുറ്റബോധം കാരണം എനിക്ക് വിഷ്ണുവിനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. അവൻ എന്നെ കോൾ ചെയ്തപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ അതൊക്കെ ഇഗ്നോർ ചെയ്തു. ഹി സച്ച് എ ഗുഡ് ഫ്രണ്ട്. ഐ തിങ്ക് നീ എത്രയും പെട്ടെന്ന് അവനോട് മിണ്ടി നിങ്ങളെ പഴയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തിരിച്ചു കൊണ്ടുവരണം. ഹായ് മീര, സാറ് വിളിക്കുന്നുണ്ടാവും അല്ലേ? എങ്ങനെ മനസ്സിലായി? അതിനല്ലേ താൻ എപ്പോഴും ഇങ്ങോട്ട് വരാറ്. ഓ അങ്ങനെ, സാറിന് തന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നേക്കാം, താൻ വെക്കോ. നന്ദന, മീരയോട് പറഞ്ഞില്ലേ എന്നെ വന്ന് കാണാൻ? ഞാൻ പറഞ്ഞിരുന്നു സാർ, വരാന്നാ പറഞ്ഞേ. ശരി. രോഹൻ, മീര എവിടെ പോയി? ഓ, അവൾക്ക് വയ്യാന്ന് പറഞ്ഞ് നേരത്തെ പോയി. ഓ ഓക്കെ. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുന്നു. ആരാ വിളിച്ചേ? ആദി ആണോ? എന്നിട്ട് നീ എന്താ എടുക്കാത്തെ? ഞാൻ എടുത്തിട്ട് എന്ത് പറയാനാ? ഷേ, നിനക്ക് എടുത്തിട്ട് സ്പീക്കർ ഫോൺ ഇടായിരുന്നു. നീ ഒന്ന് പോയേ, എനിക്കൊന്നും വയ്യ. മീര, why are you avoiding me? ചോദിച്ചേട്ടില്ലേ? ആരെങ്കിലും കാണുന്നേന്ന് മാറി നിൽക്ക്. ഞാൻ മാറില്ല. എത്ര ദിവസം കൊണ്ട് ഞാൻ പിറകെ അടക്കാം. എന്നിട്ട് നീ, നിനക്ക് എന്താ വേണ്ടേ? നിന്നെ. പറ്റില്ല. എന്തുകൊണ്ട്? Because I moved on. Are you sure? എന്നാൽ ഞാൻ അടുത്ത് വരുമ്പോൾ നിന്റെ ഹാർട്ട് ബീറ്റ് എന്തിനാ ഇങ്ങനെ കൂടുന്നത്? നീ പറയുന്നതല്ല, നിന്റെ കണ്ണ് പ്രകടമാക്കുന്നത്. ഇറ്റ്സ് ലുക്കിംഗ് അറ്റ് മീ ലൈക്ക് യു സ്റ്റിൽ റിമെമ്പർ മൈ ടച്ച്. എന്നിട്ട് മൂവ് ഓൺ ആയില്ലേ നീ? ആൻഡ് യു തിങ്ക് ഐ ഗോണ ബിലീവ് ദാറ്റ്? അതെ,
ബിക്കോസ് ഇറ്റ്സ് ബീൻ ഫക്കിംഗ് 5 years ആദി. 5 വർഷം നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നിട്ട് ഇപ്പൊ ഒന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പറ്റത്തില്ല. ഇതിന് വർക്കൗട്ടാണെന്ന് തോന്നുന്നില്ല ആദ്യം. We should just move on. നീ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം. ഒന്ന്, നിന്റെ മനസ്സിലാ കുറ്റബോധം ഇപ്പോഴും ഉണ്ട്. 2, എന്നോടുള്ള ദേഷ്യം. പക്ഷെ ഒരു കാര്യം മാത്രം നീ അറിഞ്ഞു, ഇനി എന്തൊക്കെ വന്നാലും ഐ വോണ്ട് ഗിവ് അപ്പ് ഓൺ യു. നമ്മൾ ജീവിക്കും പഴയതുപോലെ ഒരുമിച്ച്. ഹേയ്, ജസ്റ്റ് റിലാക്സ്, ഓക്കെ? ഇപ്പോൾ ഒന്നും ചിന്തിക്കണ്ട, എല്ലാം ശരിയാവും. പോയിക്കോ. ടേക്ക് കെയർ. അപ്പം അതാണ് പ്രശ്നം. അവള് നിന്നെ നല്ല രീതിക്ക് അവോയ്ഡ് ചെയ്യുന്നു. എടാ, നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 5 വർഷം നീ അവളെ പിരിഞ്ഞു നിന്നു. 5 വർഷത്തിന് ശേഷം അവള് നിന്നെ കണ്ടപ്പോഴോ അപ്പോഴും നീ നല്ലതൊന്നും അല്ലല്ലോ അവളോട് ചെയ്തേ. എടാ, എനിക്ക് പറ്റിപ്പോയി. അവളിപ്പോ എന്നെ വെറുക്കുന്നുണ്ടാവോ? എടാ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവൾക്ക് നിന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇതിപ്പോ അവൾക്ക് നിന്നെ പെട്ടെന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. അത് മാറാൻ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിനക്കിപ്പോ ആദ്യം എന്താ വേണ്ടേ? അവളോട് സോറി പറയണം. അതിപ്പോ എന്തായാലും നേരിട്ട് കണ്ട് നടക്കാൻ പോണില്ല, കാരണം അവള് നിനക്ക് പിടി തരുന്നില്ലല്ലോ. സോ നീ വേറെ രീതിയിലൊന്ന് ചിന്തിക്ക്. നേരിട്ട് കണ്ട് തന്നെ സോറി പറയണമെന്നില്ലല്ലോ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതെന്താ? ഹലോ മീര. നീയാണോ എന്റെ ടേബിളിൽ ഫ്ലവേഴ്സ് വെച്ചേ? അതെ. എന്തിനാ ഇതൊക്കെ? ആവശ്യമുണ്ട്. നീ എന്നോട് ക്ഷമിക്കുന്നവരെ ഇത് തുടരും. ആദി, അപ്പൊ ശരി, ബൈ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. എന്റെ അമ്മ പാറക്കല്ലോ. മീര, നിന്റെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടുപടി, ആദ്യം ഡെയിലി അവൾക്ക് മറക്കാതെ ഫ്ലവേഴ്സ് അയക്കുന്നുണ്ട്. നിനക്കെന്തിനാ ഇനി വേറെ ഫ്ലവർ? ഞാനല്ലേ നിന്റെ ഫ്ലവർ. കണ്ടില്ലേ ഞാൻ പുഷ്പിച്ച് നിൽക്കുന്നത്? ഓയ്, ഇങ്ങ് വാ. നീ എന്തിനാ ഇവിടെ വിളിപ്പിച്ചേ? ചുമ്മാ ഒന്ന് കാണാൻ. ഓഹോ, ഒരു 100 കൂട്ടം ഫയല് നോക്കാനായിട്ട് എന്റെ ടേബിളിലിരിക്കുക. ഓ പിന്നെ, ഫയൽസിനോടൊക്കെ പോയി പണി നോക്കാൻ പറ. അല്ല, ആരായി പറയുന്നേ? നീ അല്ലേ ഈ ഫയൽസ് എല്ലാം കൂടെ എനിക്ക് തന്നേ? അത് പിന്നെ നിന്നെ കാണാൻ വന്നാൽ നീ പിടിതരില്ല. പിന്നെ ആകെയുള്ളൊരു വഴി ഫയല് തരാനെന്നും പറഞ്ഞ് എന്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കും. എടാ ദുഷ്ട, ഇപ്പൊ നീ കാരണം എത്ര ഫയൽ എന്റെ ടേബിളിൽ ഇരിക്കുന്നതെന്ന് അറിയോ? ഞാൻ കരുതി നീ എന്തോ ദേഷ്യം തീർക്കുവാണെന്ന്. നീ ഒന്നും ചെയ്യണ്ട, അത് അതിന്റെ പാട്ടിലിട്ടേരെ. നീ ഇപ്പൊ ഇങ്ങോട്ടോ. അല്ല, എന്താ മോന്റെ ഉദ്ദേശം? അനങ്ങല്ലേ. ഐ വോണ്ട് ടു സ്റ്റേ ലൈക്ക് ദിസ് പ്ലീസ്. ആദ്യം ആരെയും കാണും. ആരും കാണില്ല. മീര, ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ പ്ലീസ്? പറ്റില്ല എന്ന് പറയില്ലേ? ഒറ്റ കിസ്. എനിക്ക് ഇനിയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തുണ്ടോ? പ്ലീസ്, ഒരു ഒറ്റ ഒരെണ്ണം. ഓക്കെ. മീര, ഞാനിന്ന് രാത്രി നിന്റെ വീട്ടിൽ വന്നോട്ടെ?
എന്തിന്? അതൊന്നും വേണ്ട. പ്ലീസ് 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 മീര, ഇന്ന് മാത്രം. അത് പറ്റില്ല, ഇവിടെ അഞ്ജലി ഉണ്ട്. മീര പ്ലീസ്, ഐ ബെഗ്ഗിങ് യു. അച്ഛനെ അറിയില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കട്ടെ. നോക്കിയാൽ ഇല്ലെങ്കിൽ ഞാൻ വരും. മീര തുറക്ക് തുറക്ക്. ആരാ? എടി ഞാനാ, ഈ വിൻഡോ ഒന്ന് തുറക്ക്. നീയായിരുന്നോ? ആരെങ്കിലും കണ്ടോ നീ വരുന്നേ? ഏയ് ആരും കണ്ടില്ല. അല്ല അഞ്ജലി ഇവിടെ ഉറങ്ങിയോ? അവളെ ഞാൻ പോയിട്ട് കുറച്ചു നേരമായി. ഹൗ, എന്തായാലും നന്നായി. അല്ല എന്തിനാ ഈ രാത്രി ഇങ്ങോട്ടായിരുന്നല്ലേ? ചുമ്മാ കുശലം പറഞ്ഞിരിക്കാം. ഇങ്ങനെ നോക്കല്ലേ, നിന്നോടല്ലേ എനിക്കിതൊക്കെ കാണിക്കാൻ പറ്റും. എന്ത്? എന്തോ എനിക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നേ, ഞാൻ മിസ് ചെയ്തെന്നറിയോ? അത് ചുമ്മാ ഇരിക്കേ. ആഹാ, അതൊന്നും പറ്റില്ല. 5 വർഷം നിന്നെ ഒന്ന് കാണാനോ തൊടാനോ ഒന്നിനും പറ്റിയില്ല. അതിന് നീ മനസ്സ് വെച്ച ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. അയ്യോ, എന്തൊരു സൗണ്ട് കേട്ടില്ലേ? ആ കേട്ടു. അഞ്ജലി റൂമിൽ എത്തിക്കുള്ളൂ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അഞ്ജലി വാതിലോർക്ക്. എന്തുണ്ടായ? എന്തൊരു ശബ്ദം കേട്ടെ? എന്ത് സൗണ്ട്? ഒന്നുമില്ലല്ലോ. നിന്റെ റൂമിൽ നിന്നാ കേട്ടെ. നീ മാറ്, ഞാൻ നോക്കട്ടെ. അതിന് മീര, നീ മാറിക്കേ, ഞാൻ നോക്കട്ടെ. ഇവിടുന്ന് സൗണ്ട് കേട്ടെ, പക്ഷെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അഞ്ജലി, കട്ടിലിന്റെ അടിയില് ആരുണ്ട്? കട്ടിലിന്റെ അടിയിലോ? അവിടെ ആരും വരാനാ? നിനക്ക് തോന്നിയതാവും. അല്ല, ആരും ഉണ്ട്. നിക്ക്, ഞാൻ പോയി ഉലക്ക എടുത്തിട്ട് വരാം. അയ്യോ മീര. എന്റെ പൊന്നു മീര, ഒലക്കിന്ന് എടുക്കല്ലേ, ഇത് ഞാനാ. റോഹൻ, നീ എന്താ ഇവിടെ ഈ സമയത്ത്? അത് ഇവളുടെ കട്ടിലിന്റെ അടിയിൽ നീ എന്താ ചെയ്യാ? ഞാനോ? ഞാനിപ്പോ എന്തിനാ വന്നേ? ആ, പിന്നെതെല്ലാം കൊടുക്കാൻ. ഈ സമയത്തോ? അത് പിന്നെ അഞ്ജലിക്ക് നടുവേദന എന്ന് പറഞ്ഞു. നടുവേദനക്ക് പിന്നെതെല്ലാം ബെസ്റ്റാ. മീര, നിന്റെ മുറിയിൽ നിന്ന് എന്ത് ശബ്ദം കേട്ടെ? അത് പിന്നെ എന്തെങ്കിലും വീണതോ? ഞാൻ പോയി നോക്കിട്ട് വരാം. അല്ല, ആരും അമ്മേന്നാ വിളിച്ചേ. നീ വന്നേ, പോയി നോക്കാം. റോഹ വാ. അല്ല വേണ്ട. അയ്യോ പോയോ, എന്താ ചെയ്യാം? സാറെന്താ ഇവിടെ? ഞാൻ വെറുതെ അല്ല, ഞാൻ മീരയ്ക്ക് 2 ഫയൽസ് കൊടുക്കാൻ വന്നേ. ഈ സമയത്തോ? അത് നാളത്തെ അർജന്റ് ഫയൽസ്. അതാ ഞാൻ അഞ്ജലിക്ക് ഒരു സാധനം കൊടുക്കാൻ വന്നേ. മീര, ആദ്യ സാർ എന്താ നിന്റെ റൂമില്? സാറ് പറഞ്ഞു കേട്ടില്ലേ ഫയൽ തരാണെന്ന്? അത് ഞാൻ വിശ്വസിക്കണായിരിക്കും അല്ലേ? അതെ, നിന്റെ പിണ്ടതൈലത്തിന്റെ കേസ് ഞാൻ വിശ്വസിച്ചില്ലേ? അപ്പൊ ഇതും അങ്ങ് വിശ്വസിച്ചോ? അത് പിന്നെ അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പോവാം. അല്ല, സാറ് പോണിപ്പോ ഞാൻ പിന്നെ വരാം. എന്റെ പ്ലാൻ മൊത്തം പൊട്ടിച്ച തിണ്ടി, നീയും വാ, ഒരുമിച്ച് പോയാ മതി. അത് പിന്നെ ഇന്നലെ ഞാൻ തന്ന ഫയൽസ് ഒക്കെ നീ ക്ലിയർ ചെയ്തായിരുന്നോ? ഇല്ല. ഇല്ല ഇല്ല, എന്നിട്ടാണല്ലേ രാത്രി കറങ്ങിയൊക്കെ നടക്കുന്നത്. നാളെ അങ്ങോട്ട് വാട്ടാ. Hi all. On behalf of the entire team, I welcome you all to the second anniversary celebration of Aditya Varma Enterprises. And now, a few words from the man who built it all from the ground up. Please put your hands together for Aditya Varma. ഹായ് ഓൾ, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്.
കാരണം നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം തികയാണ്. നിങ്ങൾ ചിലവഴിച്ച ഓരോ ലേറ്റ് നൈറ്റിനും, ഓരോ ഐഡിയാസിനും, എൻ്റെ കൂടെ നിങ്ങളെടുത്ത ഓരോ റിസ്കിനും ഞാനിപ്പോൾ നന്ദി പറയാണ്. നിങ്ങൾ അതിലൂടെ ഒരു കമ്പനി മാത്രമല്ല ബിൽഡ് ചെയ്തത്, യു ബിൽഡ് എ ഫ്യൂച്ചർ ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് വാട്ട് വി ഹാവ് ബിക്കം. സാർ, പണ്ട് സാർ ഒരു സിംഗറാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ഈ ഒരു ഹാപ്പി മൊമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൂടെ? പാട്ടൊക്കെ പാടാം, പക്ഷേ അതിനു മുന്നേ എൻ്റെ അടുത്തേക്ക് എനിക്ക് ഒരാൾ ഇൻവൈറ്റ് ചെയ്യണം. കാരണം ഞാൻ പാടാൻ പോകുന്ന പാട്ട് അയാൾക്ക് വേണ്ടിയുള്ളതാണ്. ആരാ സാർ ആ ഭാഗ്യവതി? മീര, കം വിത്ത് മീ. ഞാനോ? യെസ്. ഷാൽ ഐ സ്റ്റാർട്ട്? நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா? தேன்மலை தீர்க்குக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா? நீரும் செங்குலச்சேரும் கலந்தது போலே கலந்தவள்தான். உன்பேவா என் அன்பேவா, உனேவா உயிரேவா, உன்பேவா என் அன்பேவா, பூ பூவாய் பூ பூவா. நானா கேட்டேன் என்னை நானே, நான் நீயா நெஞ்சம் சொன்னதே. മീര, എനിക്കറിയാം ഞാനൊരു സെക്കൻഡ് ചാൻസ് ഡിസർവ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കത് ചോദിക്കാതിരിക്കാൻ വയ്യ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കാക്കി പോയിട്ടുമുണ്ട്. പക്ഷേ ഇനി അത് ചെയ്യില്ല ഒരിക്കലും. എനിക്ക് നീ വേണം എന്നും എൻ്റെ കൂടെ. വിൽ യു വാക്ക് ബിസൈഡ് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് അവർ ഡേയ്സ്? മീര, വിൽ യു മാരി മീ? എന്തു ദാഹം കണ്ടു നിൽക്കാം കന്നിമഴവില്ലേ, ഒന്നരികിൽ നില്ല നീ, 100 നിറമോടെ എന്നരികിൽ നില്ല നീ. ഞാനില്ല എങ്കിൽ നിൻ ഹൃദയവർണ്ണങ്ങളുണ്ടോ? നീയില്ല എങ്കിൽ ഈ പ്രണയമധുരങ്ങളുണ്ടോ? അത്രമേലൊന്നാണു നമ്മൾ, നീ മണിമുകിലാടകളാടിയുലഞ്ഞ